പച്ചക്കപ്പ വേവിച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ആരും കാണില്ല. ചിലർക്ക് വലിയ ഇഷ്ടം, ചിലർക്ക് ഇഷ്ടക്കുറവ്. ചിലർ ഷുഗർ ഉണ്ട് എന്നതിന്റെ പേരിൽ അത് കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ മടി കൂടാതെ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും രുചികരമായിട്ട് എങ്ങനെ പച്ചക്കപ്പ കഴിക്കാം, എങ്ങനെ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ സാധാരണ പുഴുങ്ങുന്ന പോലെ കപ്പ പുഴുങ്ങുക. അതിനുശേഷം ഇതുപോലെ ചെറിയ പീസാക്കി അത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു പാൻ വെക്കുക. അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഒപ്പം ഒരു സവോള കട്ടി കുറച്ച് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഈ സവോളയും ഉള്ളിയും ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ അല്പം കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നു. കപ്പ പുഴുങ്ങുമ്പോൾ അല്പം ഉപ്പ് ചേർത്ത് വേണം പുഴുങ്ങാൻ. അതോടൊപ്പം തന്നെ ഈ സവോളയ്ക്കൊക്കെ ഉപ്പ് കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഉപ്പിൻ്റെ നീര് ഒഴിക്കുന്നതാണ് നല്ലത്. മുളകിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ അല്പം ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നു. ലാസ്റ്റ് അല്പം ഗരം മസാല. ഇനി ഫ്ലെയിം കുറച്ച് നമുക്ക് മുറിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കും. നമ്മുടെ ഗീ കപ്പ റെഡിയായി. കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇത് നമുക്ക് കഴിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും അല്പം മുളക് ചമ്മന്തിയോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇത് ടേസ്റ്റ് നോക്കുക. എല്ലാവിധം ഇത് പ്രിപ്പയർ ചെയ്യുക, പാകം ചെയ്യുക. നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവട്ടെ.